അവിടുന്ന് ഒരു തോലിയും വെടിയൊന്നും പറ്റിയില്ല. ഇവിടെ പറ്റിയതാണ്. അതേപോലെ റോൾ ചെയ്ത് വരുന്നുണ്ട്. എന്ത് സംഭവിച്ചറിയില്ല. ഞാൻ യാതൊരു പരിക്കും ഒന്നും പറ്റില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. ഏകദേശം ഒരാഴ്ചക്ക് അടുത്തായില്ലേ നമ്മളിപ്പോൾ പുതിയ വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഗൈസ് നമ്മൾ അതിഭയങ്കരമായ ഒരു തിരക്കിലാണ് നിന്നുകൊണ്ടിരുന്നത്. കാരണം നമ്മളെ നോമ്പ് തുറൻ്റെ പരിപാടിയും അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ പരിപാടിയും. അതെന്താ ഇടിമിന്നലാണോ? അപ്പൊ ഗൈസ് അങ്ങനത്തെ ഓരോ കാരണങ്ങൾ കൊണ്ട് നമ്മളെ വ്ളോഗ് ഭയങ്കരമായിട്ട് ലാഗായി പോയി. ഇനി തൊട്ട് നമ്മൾ അങ്ങനെ മാക്സിമം ഇല്ലാതെ നോക്കുന്നുണ്ട് ഗൈസ്. കുറേ ആൾക്കാർ പറയണ്ടില്ലേ വ്ളോഗ് ഇടാത്തതുകൊണ്ട് ഈച്ച. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിലവിൽ ഇന്ത്യത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഇന്ത്യയുടെ അവസ്ഥ എന്താ? ചുട്ടിട്ട് രാവും പകലും ചൂട് കാരണം. രണ്ടാമത്തെ അവസ്ഥ എന്താണ്? അതായത് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? പ്രയാസങ്ങളുള്ളൂ. എന്താ പ്രയാസം? എല്ലാ കാര്യത്തിലും. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും മക്കളല്ല, എല്ലാ മക്കളും മറ്റ മക്കളല്ല, എല്ലാവരും കാര്യം ഓർക്കുമ്പോൾ കരയെ വാണ്ടി ഒലിച്ചിയ വാണ്ടി എന്താ. ഞാനതല്ല പറയുന്നത് ഇമ്മ ഗൈസ് ഇപ്പോഴും വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. അതല്ല ഇമ്മ അവിടെ അതായത് ഗൾഫിൽ യുദ്ധങ്ങൾ നടക്കുകയാണ്. നമുക്ക് എല്ലാ സാധനത്തിനും പഞ്ചാണ്, ഗ്യാസിന് പഞ്ചാണ്. അതാണ് ഗൈസ് നമുക്ക് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് വിറകുണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഗൈസ് നമ്മള് വിറകുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ്. കുറ്റി കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് പോലും എടുക്കണില്ല. ആണോ? എടുക്കണ ഇപ്പൊ എല്ലാരും അങ്ങനെ എടുക്കണല്ലോ. അല്ലെങ്കിൽ വണ്ടി വരുമ്പോ പോയി വെക്കാനാ പറയുന്ന ആൾക്കാര്. കിട്ടിയെങ്കിൽ കിട്ടി. ഇപ്പൊ രാവിലെ കഴിച്ചാൽ എന്താ അറിയോ, ഒരാള് പുറത്ത് നിക്കുക വണ്ടി വരുന്നുണ്ടോന്നില്ല ഒച്ചേക്കാൻ. പിന്നെ കഴിച്ചാൽ നമുക്കുള്ള ഒരു ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാല് 4 ഭാഗം കൊണ്ട് അപ്പുറം തോട്ടം ആയതുകൊണ്ട് കണ്ടില്ലേ, അതാണ് ആ കാണാണ് കഴിച്ച് നമ്മളെ പേര. അപ്പൊ 4 ഭാഗം കൊണ്ട് അപ്പുറം തോട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലല്ലേ അമ്മമ്മ? ബുദ്ധിമുട്ടില്ല. അപ്പൊ എന്തായാലും ചുള്ളിൽ പൊറുക്കിയേക്കണം, നേരെ കത്തിക്കാൻ പറ്റും. നമ്മളവിടെ കടന്നുറങ്ങാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു വാ മക്കളെ, അവിടെ ഞാനൊരു ലൈനിങ് കമ്പിന്റെ മുകളിൽ ഒരു വറകും കൊള്ളി ചാടി കിടക്കുന്നുണ്ട് പറഞ്ഞിട്ടാണ് കഴിച്ച് നമ്മളെ അമ്മമ്മ കൊണ്ടുവന്നിക്കണത്. അല്ല, അതിന്റെ മേലെ 3-4 കൊമ്പാക്കണേ. അതില് ഒരു കൊമ്പ് നമുക്ക് തൊട്ടാ കിട്ടും. ഇത് തേയിലത്തോട്ടല്ലേ? ഇത് കാപ്പി മരങ്ങളാണ് കേട്ടോ. എന്നാ മൊത്തം നോക്കിയാ പാമ്പാള് ജന്തുക്കളുണ്ടെന്നല്ലേ അറിയും കൂടി ഇല്ല. ഈ ചൂടത്തൊന്നും ഉണ്ടാവില്ല മക്കളെ. ചൂടത്തൊന്നും ഉണ്ടാവില്ല. എല്ലാരും നീച്ചു പോവും. വല്ല പോയമക്കത്തെ എവിടെയെങ്കിലും വല്ല തണുപ്പിലോട്ടേക്ക് പോവും. ഉച്ചക്ക് വെള്ളം വേണ്ട മക്കളെ. നമ്മള് പണ്ട് അമ്മായി അതേപോലെ തന്നെ എല്ലാവരും ഈ പെരിയിലായ ടൈമുണ്ടല്ലോ, ഞങ്ങൾ ഇത് ഈ കുന്ന് ആസാം കുന്നാണ്. ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ എല്ലാവരും വറക് കൊടുക്കാൻ വേണ്ടി പോകും അല്ലേ. എന്നിട്ട് ആ ലോഡ് ഇങ്ങനെ ഏറ്റി വരും ഞങ്ങൾ പെരിക്ക്. നോക്കിയത് കാണി ആദ്യം. ഇതാണ് ഉമ്മ പറഞ്ഞത്. ആടാന്ന് ഗൈസ്, അത് നിക്കണ കണ്ടങ്ങള്. അതാണ് ഞാൻ കാട്ടിത്തരാ. ഈ ഒരു സാധനം കണ്ടോ, ഇത് ഈ പോണ ലൈനാണ്, ലൈനിങ് കമ്പി. അതിന്റെ മുകളിൽ അതിന്റെ അപ്പുറത്തൊരു കൊമ്പുണ്ടേ. അതിന്റെ മുകളിൽ കിടക്കുന്ന കൊമ്പാടാണ്. ഇത് ലൈനുമ്പോ തട്ടൂല, ഇനി ചാടിച്ചുമ്പോ തട്ടിയാലുള്ളൂ. ഇത് ചാടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ പഞ്ചായത്ത് നിന്നല്ല ബോത്തല് ഇതിത്തെ ഉള്ളു കറണ്ട് പോകും. വേണ്ട വേണ്ട ഇത് വേണമെങ്കിൽ കിട്ടും. ഇതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ബാക്കി തന്നെയാണതേ. ഉറുമ്പുണ്ട് ഇത് കൂടെ ഒക്കെ. ഉറുമ്പല്ലേ, കോലും കൊള്ളിയാണ്. പിന്നെ ഏതാടാ? ഇത് കുഴപ്പമില്ല, ആ കാണു കുഴപ്പമില്ല. അതൊന്ന് വലിച്ചാൽ കിട്ടുമായിരിക്കാം. ഞാൻ കരുതി 2 കൊമ്പാണ് എന്നാണ്. ഇല്ലേ, 2 കൊമ്പല്ല അമ്മ. കണ്ടോ ഈ ലൈനിന്റെ മോട്ടറാണ് കഴിച്ച്. അല്ലെങ്കിലേ എടാ ഈ ഡബർമ കൂടെ കേറി റിസ്ക് എടുക്കണ്ട. വറക് കത്തിച്ചണ്ട. അല്ലാന്നുണ്ടേ പണ്ട് കഴിച്ച് നമ്മളെ പെരിയില് എത്ര ഡബറും തട്ടിയാളാണില്ലേ? ഡബറും തട്ടിയാൾ കഴിച്ച് എത്ര 4-5 ഇപ്പൊ എത്ര ഉണ്ട്? 1 ഇപ്പൊ തന്നെ അത് മുഴുവൻ കഴിഞ്ഞിട്ട് പൊന്തിച്ച് നോക്കണത്. വറകൊടുക്കാൻ പോയിട്ട് മൂലക്കലായതാണ്. ഇതേപോലെ മോള് കിടക്കുന്ന സാധനം വലിച്ചിടാൻ നോക്കിയതാ ഞാനെടാ. എന്നാലേ ആ കൊമ്പ് വേറെ കൊമ്പാണ് കരുതിയിരിക്കുന്നത്. എടാ അവിടെ ഉണ്ട് നോക്ക്, അവിടെ കണ്ടോ
ഒരു വലുത് തൂങ്ങി കിടക്കണ് ഇവിടെ അല്ലേ കണ്ടോ ഇതിലേ ഗൈസ് അതൊരു വലിയ കൊമ്പാണ്. അതൊക്കെ തോട്ടുണ്ട് നമുക്ക് കുത്തിക്ക് അടിച്ചാണ്. ഇത് നോക്ക്. അല്ല ഇത് കിട്ടും, ഈ ഉണങ്ങി ഇത് കിട്ടും. പ്രശ്നമൊന്നുമില്ലല്ലോ. അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത അത് കിട്ടൂല. പ്രശ്നം ഓല് കണ്ടാ ഓടിച്ചതെന്ന് പറയും. എങ്ങനെ ഓല് കണ്ടാ ഓടിച്ചാനൊന്നും അയക്കൂല. അത് ശരി. അത് ഉണങ്ങി തോട്ടിന്ന് മാറിക്കോ. സഹകരിക്കുക. പോന്ന് സഹകരണ തലയിൽ കൂടെ ആവും. മാറ്റു കുഞ്ഞേ, അത് വേറെ കൊമ്പാണ്. സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ ചിരിപ്പിച്ചാ നിക്കല്ലേ. സഹകരണം തലയിൽ കൂടെ മാനെ അവിടെ കുറച്ചിട്ട് കഴിഞ്ഞ കിട്ടൂല. അത് കിട്ടും. ആട്ടി നോക്കട്ടെ അന്റെ തല. നോക്കിക്കോളൂ. ആ ഇച്ചു കഴിച്ച അങ്ങോട്ട് പോരും. അടുക്ക് അതാ കിട്ടും. ഒരു 2 ആട്ടിലാട്ടിയാ മതി. അത് കുറച്ച് നിൽക്ക കുട്ടിയെ. അതിനെ 2 ആട്ടിലുണ്ട് ആട്ടി നോക്കാം. അപ്പൊ ഇജ്ജ് മാറണേ. വാ പോ പോ. ആ നീളം കഴിഞ്ഞു. അടിപൊളി. ഇത് തോണ്ടണ്ടല്ലോ. എടാ ഞാൻ പറയുമ്പോഴേ വേണ്ട. ഇതാ മേൾക്ക് പോയി ഇങ്ങനെ എടുത്തിട്ടാ മതി. ഒന്നും വേണ്ട. അവിടെ പച്ച ലൈനിന്റെ മുകളിൽ കൂടിയാണ് വേണ്ട. അത് ചാടിക്കോളും. ഞാൻ രാവിലെ എന്നും വന്ന് നോക്കലുണ്ട്. ചാടിക്കണോ എന്താ പൗത്ത വാങ്ങ നോക്കണോ? കഴിച്ച് വന്ന് നോക്കും. ദിവസം രാവിലെ വരൂ. പൗത്തുക്കണോ നോക്കും. സമാധാനം കിട്ടില്ല. ഞാൻ നീച്ച് നിസ്കാരം കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ വരൂ. ഇതെന്താ ചാടാത്ത? അപ്പൊ ഇത് 2 ഇത് 1 ഞാൻ എല്ലാം ഇത് 2 ഇത് ഇവിടെ മുറിഞ്ഞിട്ട് അതിന് ചെറിയ തടവിൽ നിൽക്കുകയാണെന്നൊക്കെ വിചാരിച്ചാനേ. ഗൈസ് ആ കൊമ്പ് കിട്ടി കഴിഞ്ഞാണ്ടല്ലോ ഒരാഴ്ചക്കുള്ള ഉണ്ടാവൂലേ ഇത്. ഒരാഴ്ച അടുപ്പിൽ വേറൊന്നും വെക്കണ്ട, അത് വെച്ചാ മതി. അടാ എന്താ ഫുട്ബോളോ? അല്ലല്ലേ എലിയാണ്. അത് നോക്ക് ഇതുകൂടെ നോക്കുമ്പോ ഒരു ഫുട്ബോൾ പോലെയല്ലേ. എന്തോ സാധനം കൊട്ട നോക്കിട്ടേ. അത് എന്തോ എലിയാണ്. അതെ അതല്ലേ ഏലല്ലടാ, അത് മറ്റേ റബ്ബറിന്റെ മറ്റേ ഒട്ടുപാലി ഇതാക്കണ മറ്റേ ഒരു ഇതാണത്. കൊട്ടയാണത്. ആണോ? ആന്നില്ലേ മമ്മ പറയും എന്ത് ചെയ്യപ്പോ ഇവിടെ നോക്ക. ആ മൂൾഭാഗത്തൊക്കെ ഉണ്ടാവും. നല്ലൊരു കൊമ്പാണ്. അത് കണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ ഞാനേ അപ്പൊ ഇങ്ങനായിട്ട് പറഞ്ഞാൽ കിട്ടുമല്ലോ വിചാരിച്ചല്ലോ. എപ്പടാ രാവിലെ ഇന്ന് വന്ന് നോക്ക്. ഞാൻ ഇത് ചാടിക്കണോന്നേ. എല്ലാവരും അലക്കമ്മത്തെ കുടുങ്ങല് കുടുങ്ങിക്കാട്ടോ. അതൊക്കെ നോക്ക് കുടുങ്ങി നിക്കണ്. പൂരിന് പോയി കാറ്റടിച്ച അല്ല കൊട്ടിക്ക കിട്ടൂല. കാറ്റടിച്ചാലും കിട്ടൂല അക്കളെ. അതല്ലേ അതൊക്കെ കുടുങ്ങി കിടക്കാണ്. ഉമ്മ ഈ ചുള്ളിക്കമ്പാള് കുറച്ചാലൊന്നും ബലം കൂടൂല. അതൊക്കെ വെറും പഴഞ്ചൊല്ലാണ്. ഇങ്ങനത്തെ കൊമ്പുകൾ കിട്ടിയാലും മതി. ആയിക്കോട്ടെ. മേപ്പട്ടി ചെറിയ ചിലപ്പോൾ ഉണ്ടാവില്ലേ. ഇതാണ് നമ്മളെ ആന വന്ന സ്ഥലം കേട്ടോ. നമ്മളെ പേരൻ്റെ അങ്ങോട്ട് ആദ്യമായിട്ട് ആന വന്ന സ്ഥലം. ഈ ആന ഇതിലെ വന്നിട്ട് ഇതിലെ പോയത് അത് നമുക്കറിയില്ല. ഞാൻ ഇതിലൊക്കെ പോയി നോക്കി. കിണറ്റിലൊക്കെ പോയി നോക്കിട്ടേ ഇവിടെ ആകെ കുത്തി മാന്തി. ആ വർഗ തന്നെയാണ്, ആ കത്താത്ത വർഗം. ഞാൻ പറഞ്ഞ അതിന്റെ ബാക്കിയൊക്കെ അതെ അതെ ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയത്. ഇതാ അതെപ്പോ അവിടേക്ക് കൊറേ കത്തിന് കുറവാണ്. ഇപ്പോഴല്ലേ കാണുന്നത്. ഞാനത് വെട്ടിയ ടൈമോടെ കണ്ടിക്കണത്. ആ ഞാൻ കൊണ്ടുപോയിക്കണ ബാക്കി അവിടെയൊക്കെ ഒക്കെ കൊണ്ടുപോയപ്പോ കത്തല് കുറവാണ്. അപ്പൊ കാരണം ഞാൻ എടുത്ത് കിട്ടാണ്ട് പോയതാണ്. ഇതാണ് ഓർക്കാപ്പുളി. ആ അറിയാം. അത് തിന്നണ്ട. ഇത് തിന്നു കഴിഞ്ഞാൽ കൈസ് കിഡ്നി അടിച്ചു പോകുന്ന പറഞ്ഞത്. ചാൻസ് കൂടുതലാണ്. വേണ്ട. ആരാണ് മറ്റേ മീൻകറി ഉണ്ടാക്കുമ്പോ ഇത് സ്ഥിരാണ്. ഇതല്ല ഞാൻ കുടംപുളിയാണ്. കുടംപുളിയാ. അപ്പൊ ഇതെന്തിനോ തിന്നലുണ്ടായില്ല നമ്മള്. കുട്ടികൾ ഷുഗർകാർക്ക് നല്ലതോ?
ഈ ഒരു പേര ഉണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാം. റാട്ടപ്പേരയാണിത്. അതായത് ഇവിടുന്ന് നമ്മളെ പേര് എവിടെയാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളത് അപ്പഴല്ലേ ഇപ്പൊ വാങ്ങിയ ആരും കേട്ടിട്ടില്ല. നമുക്ക് നടക്കാം. അല്ല ഇതിന് കേട്ടാണ് എന്താ പറഞ്ഞേ? നടക്കാൻ വയ്ക്കണി മേളിലും വാങ്ങണ്ട് പോയി അതിന് പത്താ മേള് നാട്ടുകാർ ഇതാക്കിയ നമുക്ക് പോവാ. ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് നടക്കാൻ വയ്ക്കായില്ല. ആർക്കും നടക്കാൻ വയ്ക്കാമ. ഞാനും ഉമ്മ പറഞ്ഞെന്തറിയോ, പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ബാ ഇത് കൂടെ തന്നെ വരാം. ഇല്ല അതൊന്നുമില്ല ഗൈസ്. അതായത് പണ്ട് കാലത്ത് പറഞ്ഞു ഞാൻ ഇവനൊക്കെ ചെറുപ്പത്തായിരിക്കുന്ന ടൈമില് ഞങ്ങൾ ഈ കുന്നിന്റെ മുകൾക്ക് കയറും. ഇവിടെ കുന്നിന്റെ മുകളിൽ ഒരു 4-5 മാങ്ങ മൂച്ചകളുണ്ട്. അപ്പൊ എന്നിട്ട് നോമ്പുകാലൊക്കെ അല്ല ഈ ടൈമില്, എന്നിട്ട് അതിന്റെ മുകളിൽ എന്നിട്ട് പറിച്ചു തിന്നു. എങ്ങനെ മാമ പാത്രം എന്തിനാ? അത് കിട്ടും. അത് ചാക്ക് എടുത്തല്ലേ, അത് കിട്ടും. മാങ്ങ എന്തായാലും ഉണ്ടാവും. പോയി നോക്കാം. ഇഷ്ടം പോലെ മാങ്ങ. നല്ല പൗത്തമാണ്. എന്തൊരു ടേസ്റ്റ് അല്ലേ അതിന്റെ. വേറെ പ്രശ്നം കേട്ടോ, ഇന്നലെ നമ്മളെ പേരന്റെ ഇത് ഓട് പൊളിഞ്ഞടിക്കണേ. ഓടല്ല, മൂല പൊട്ടി പോയി. ഞാൻ കൗക്കോല് പൊട്ടി കൊഞ്ഞടിക്കണേ. ഞാൻ രാവിലെ നല്ല ഉറക്കാണ്. അപ്പോഴാണ് ഇമ്മ വണ്ടിക്കോ അഞ്ഞു പറഞ്ഞാണ്ട് വിളിച്ചത്. ഞാൻ ഒരു കാര്യം കാര്യമായിട്ട് പൊക്കണം നോക്കി. വറകിനോട് ഇത്ര കാര്യം മാത്രമല്ല ആളുങ്ങൾ ആരോടെങ്കിലും ഒരു കാല് പഞ്ചറാണ്. ആ ഞൊണ്ടി വറക് പൊറുക്കണ ഒരു മനസ്സുണ്ടല്ലോ, അത് വറകിനോടുള്ള ഒരു ഇഷ്ടം തന്നെയാണ്. കഴിച്ചു ഇവര് രണ്ടാളും കൂട്ടിച്ചേർന്നുള്ള ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വറക് കൊടുക്കാൻ ഈ കാര്യം. വേറൊരു പരിപാടിക്ക് പോലും രണ്ടാളും കേസ് ഒത്തുചേരില്ല. ഇതുപോലൊരു സാധനങ്ങൾ കമന്റ് ചെയ്യുക. അതൊരു പെരണ്ടോ എന്തെങ്കിലും തട്ടിമുട്ടി ഉണ്ടാവും. അതൊക്കെ അവർക്ക് ഉണ്ടാക്കിച്ചാണ്. വേണ്ട 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 അല്ലാതെ തന്നെ തോട്ടത്തിൽ ഇഷ്ടം പോലെ പറഞ്ഞു. പണ്ട് കൈസ് ഞങ്ങൾ പൊയ്യിലാണ് കുളിക്കല്. അതായത് സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ നേരെ പൊയ്യി പോകും. പിന്നാലെ വടിയും കൂടിയാണ് വരണം. അന്ന് കൈസ് ഓരോ കിട്ടട്ടെ ഒന്നിനെ വടി എടുക്കുമ്പോ അപ്പൊ എന്താ പറയാ വന്നേ. എന്നിട്ട് കൈസ് അവിടെ ഉണ്ടാവും കുറെ ആൾക്കാർ കുത്തിച്ചാരി വെച്ചിരിക്കണ് വറക് പൊറുക്കിയിട്ട്. അതിലൊന്നും എടുത്ത് പോകുമ്പോ ഞാൻ പായും. ചെറിയ മാന നിൽക്കും. ഞാൻ പാഞ്ഞ് നേരെ അക്കരമ്മ പാടത്തുണ്ട്, അക്കരമ്മക്കാരെ വരാം. അവിടെ പോകും. പായനോർക്ക് 2 കിട്ടും, വായാത്തവർക്ക് 1 കിട്ടും. അപ്പൊ ഓക്ക് 4 കിട്ടും. എന്നാലും കിട്ടൂല. പായാത്തവർക്ക് 1 കിട്ടൂല. കാട്ടിത്തല്ലിന്റെ കാലാണെങ്കിലും ഇത് കഴിച്ച് നമ്മളീ കുന്നുമക്കിലെ വയ്യാണ് കേട്ടോ. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ കയറും. കാരണം മുകളിൽ പാലൊക്കെ വെട്ടിയിട്ട് പാലൊക്കെ വണ്ടിയിൽ ഇത് കൂടെ നമ്മളെ വണ്ടി കൊണ്ട് ഒരു ഓഫ് റോഡ് വരുന്നുണ്ടായി. പക്ഷെ അവിടെ ഗേറ്റ് അടച്ചിക്കല്ലേ. അത് സന്തോഷമില്ല. അപ്പൊ ചോദിച്ചാണ് നമുക്ക് കയറ്റാം. ആണോ എന്നാ നമുക്കൊരു ഓഫ് റോഡ് ട്രിപ്പ് നമ്മളെ വണ്ടികൾ നന്നാക്കിയിട്ട് നല്ലൊരു ഓഫ് റോഡ് ട്രിപ്പ് അങ്ങനെ അടിക്കല്ലേ. വണ്ടി വന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോകടി. ഇതൊക്കെടി ഇതൊക്കെ ഒടിച്ചെടുക്കാം. ഇവരപ്പം നടന്ന് എനിക്കും വറകിന്റെ ഭ്രാന്ത് കയറി വന്നു. ഇതൊക്കെ കാണുമ്പോ ആർക്കായാലും പൊറുക്കാല്ല തൊര വരും ഇല്ലമ്മ. ഇതെവിടെ കൂട്ടി വെക്കുക? ഇവിടെ നമുക്ക് ഇതിൽ വരാം. നമുക്ക് ബാക്കിയില്ലേ നമുക്ക് വിറ്റാലോ. ബിസിനസ് പറഞ്ഞില്ലേ, കത്തിച്ചിട്ടാണ് വിൽക്കാന്. ആന്ന് ഈ ടൈമില് വറകിന് നല്ല മാർക്കറ്റാണ്. ഗ്യാസൊക്കെ പറ്റടി പോയില്ലേ. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നാളെ മറ്റന്നാളത്തെ ലോക്ക്ഡൌൺ എന്നൊക്കെ പറയുന്നുണ്ട്. ലോക്ക്ഡൌൺ പറഞ്ഞാൽ എന്താ അറിയോ? ഒന്നും ഉണ്ടാവില്ല വീഡിയോയില്. അതായത് കൊറോണ വന്നപ്പോ എന്താണ് അവസ്ഥ? കോഴി വാങ്ങാൻ പോയിട്ട് കൊറോണ കാലത്ത് കോഴി വാങ്ങാൻ പറഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് ഞങ്ങളെ പോലീസ് നോക്കി. ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കിടക്കുക. ഞാനും മോണ്ടനും 10 മണിയായിട്ട് കാണാല്ലോ. ഇവളോട് പറയാ സ്വകാര്യം പറഞ്ഞ വെച്ചാൽ പോയിട്ട് കോഴി വാങ്ങിക്കൊണ്ടാ 10 രൂപയ്ക്ക് മുട്ടായി വാങ്ങിക്കൊണ്ടു. ഞങ്ങളാ തരിയിലാണ് കയറി പോയില്ലേ. പോലീസ് പിടിച്ചു വെച്ചില്ലേ. കാണാല്ലോ ഒരു 10 മണി കഴിഞ്ഞിട്ട് കാണാലോ. അതിൽ ഞാൻ പറഞ്ഞ ഉണ്ടാക്കളെ മുട്ടിയെ കാണാത്ത കുട്ട കോഴി വാങ്ങാൻ പോയതാണ്. പൊട്ടിച്ചതാക്കണ്ടമ്മ. എന്നിട്ട് ഉമ്മ പറ. അതിൽ ഞാൻ മുസ്തഫാക്കാൻ്റെ അവിടെ ചെന്നു. അതിലൊക്കെ ചെന്നൊക്കെ അവിടെ ആരും അതിൽ സഹീറിൻ്റെ പെണ്ണുങ്ങൾ സഹീറിന് വിളിച്ചു. പിന്നെ മുസ്തഫാക്കാൻ്റെ പെണ്ണുങ്ങൾ മുസ്തഫാക്കാക്കും വിളിച്ചു. അതിൽ ഒരു 2 രസനിക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ കരഞ്ഞാണ് എൻ്റെ കുട്ടികളെ കോഴി വാങ്ങാൻ പറഞ്ഞാച്ചാണ്. ഇച്ച അറിയില്ലെങ്കിൽ 2 പോകാൻ പാടില്ല. എൻ്റെ കുട്ടികളുടെ രസനിയിൽ
ഒന്ന് പറയണ കരഞ്ഞിട്ട് ഞാൻ അവസാനം പിന്നെ വിട്ടൂലേ വൈകുന്നേരം ഞങ്ങൾ വിട്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ കരച്ചിലാണ്ട് വരും എവിടുന്നല്ലാത്ത സങ്കടം വന്നവനെ നോക്കുക. അതെ എന്നിട്ട് കരഞ്ഞിട്ട് വൈകുന്നേരം രാവിലെ പിടിച്ച് വെച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം വിട്ടത്. എന്തായാലും വിട്ടു. വന്നപ്പോ ഒരു പൂച്ചനെ ഉണ്ടായി. അന്നല്ലേ നമുക്ക് റോഡിൽ നിന്ന് പൂച്ചനെ കിട്ടീനെ. ഏതോ ആരോ കെട്ടിയെടുക്കുക, ചാക്കിലാക്കി കെട്ടിയെടുക്കുക. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. മൃഗങ്ങളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ. ഓക്കെ പൊറുക്കി അടന്ന് പച്ചള്ളേലും കുടിച്ചോളൂല്ലോ. അതന്നെ ഇത് ഈ ചാക്കിലൊക്കെ ഇട്ടാണ്ട് എന്തിനാണ് പാവം ചേച്ചാ. അല്ല പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ ഗൈസ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണേ. പെട്രോൾ അതേപോലെ തന്നെ ആവശ്യ സാധനങ്ങൾ വേറെ എന്തൊക്കെ എന്തൊക്കെ വെച്ചാൽ പെട്രോള് അരിമണി ഗോതമ്പ് എന്തൊക്കെ ആയാലും വരിക ഉപ്പും മുളകൊക്കെ വേണം. ഒക്കെ വാങ്ങിയൊക്കെ ഗൈസ്. മരോ ഒന്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാഞ്ഞി ഗൈസ്. മരങ്ങളുണ്ട് കുറച്ചുകൂടി മുകളിലാണ് ഗൈസ് നമ്മളെ മാങ്ങ മരത്തിന്റെ കാര്യം പറഞ്ഞത്. കുറച്ചും കൂടി ഇവിടുന്നല്ലേ കുറച്ചും കൂടി പോകണല്ലേ എന്റെ കജൂറിയത് പുല്ലരിഞ്ഞ. അതൊരു 1.5 ഇതാണ്. കാരണം ഞങ്ങക്ക് പണ്ട് പോത്തില്ല കഴിഞ്ഞോ കുട്ടൻ എന്നാണ് ഇവന്റെ പേര്. ഇമ്മമാക്ക് സ്റ്റുഡിയം കുറഞ്ഞിട്ട് ഇമ്മമാനെ ആശുപത്രിക്ക് കൊണ്ടേക്കുക. ഇമ്മ എല്ലാവരും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് അവിടെ ആണെന്നുണ്ടെങ്കിൽ പോത്തുകൊണ്ട് ഞാൻ അതിനെ കൊണ്ട് തീറ്റ അങ്ങനെ നടക്കും. ഇവനാണെന്നുണ്ടെങ്കിൽ പുല്ല് തെരവാണ്. അതായത് മക്കളെ ആയിക്കൂടെ കുറെ പോണ്ടി വരും. അതിൽ പുല്ലെന്തറിയോ ഇവന് എല്ലാ പുല്ലൊന്നും പറ്റൂല. നല്ല വലിയ വലിയ കോമ്പലായിക്കുള്ള സാധനങ്ങളെ പറ്റുള്ളൂ. കതിരില്ല പുല്ലേ പറ്റുള്ളൂ. അതില് ഞാന് നമ്മളെ പേര് കാണുന്നുണ്ടോ? ആക്കണ അവിടെ താഴെ ആക്കണ ഷീറ്റില്ലേ അതാണ് നമ്മുടെ പേര്. എന്നിട്ട് ഗൈസ് നിങ്ങളോട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. വെട്ടിൻ്റെ ഇടയ്ക്ക് കയ്യും കൂട്ടിയാണ് വെട്ടി. നോക്കിയാ അതിൻ്റെ പാടാണിത്. ആക്കണു 1 2 3 ഉണ്ടായിനി. അരിവാൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ 3 കജ്ജും കൂടി ചോരയിലാണ് ചേട്ടാ. എൻ്റെ ബോധം പോയി. അതിന് പിന്നെ ഞാൻ സാക്കിറിനോടോ ആസറിനോടൊക്കെ ഞാൻ പറഞ്ഞിനി എടാ നമ്മുടെ പുല്ല് വിട്ടിട്ടുണ്ടാകും കുറച്ച് കഴിയുമ്പോൾ വാട്ടോന്ന്. ഓല് വരുമ്പോൾ പിന്നെ എന്നെ എടുത്താണ് ബോധം ഇതാക്കിക്കാണേ. ഞാൻ ബോധം കെട്ടി ഇറക്കാണ് ഇവിടെ. ചോര കുറേ പോയിട്ടേ നരമ്പിനൊക്കെ തട്ടിക്കണമെന്നേ. എനിക്ക് ആകെ കിളി വയ്ക്കണേ. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മളപ്പുറത്തില്ല ഡാം വേണം കണ്ടീന്. അതിപ്പോ മരം പറഞ്ഞില്ലേ ഇപ്പൊ നോക്കിയാൽ കാണും അറിയില്ല. ഇതൊക്കെ മുറിച്ചാ കാണും. അത് ഈ മരങ്ങളൊക്കെ മുറിച്ചത്. ആ മാങ്ങമരൊക്കെ ഉണ്ടോ അവിടെ? അപ്പൊ ഉണ്ട്. നാളെ കുട്ടികളെ മാങ്ങ പറഞ്ഞല്ലേ. ആണോ? അന്നാള് നോമ്പ് കാലത്ത് ഏതൊക്കെ കുട്ടികളെ മാങ്ങ അരച്ചാണ്ട് എന്തിന് എന്നിട്ട് നോമ്പ് പോയിട്ടില്ല. ഇവിടെ അവിടത്തൊക്കെ മുറിച്ചുമ്മ കൊറേ ഉണ്ടായിനി. അവിടെ എവിടെ ഒന്നും ഉണ്ടായിനി. അതന്നെയാടാ അവിടെ കൊറേ ഉണ്ടായിനി. കൊറേ മരങ്ങളുണ്ടായിനി കേസ്. ഒക്കെ മുറിച്ചതേപോലെ. ഇത് കല്ലും കോറിയാണ്. അത് മുഴുവൻ കല്ല് പറ്റിയ സ്ഥലമാണ്. കല്ലും കോറിയില്ലേ ഈ കാണൊക്കെ കല്ലും കോറിയാണ്. കല്ല് പറ്റിയത് ഒക്കെ കാട് മൂടി കിടക്കണേ. അന്ന് എന്തിനു ശേഷമാണ് ഇപ്പൊ നിർത്തലാക്കിയത്? ആണോ? താഴെ എന്തൊക്കെ ഇടിയലും അങ്ങനെ എന്തൊക്കെ ആയില്ലേഞ്ഞോ അതിന് ശേഷം നിർത്തിയതാണ്. ഇതൊക്കെ കല്ല് പറ്റിയ സ്ഥലം. ഇത്രക്കും കല്ലിന്റെ സ്ഥലങ്ങൾ ഇപ്പൊ അവിടെ കാട് കയറി കിടക്കാണ്. ഇങ്ങനത്തെ അല്ലല്ലേടാ മൊയല് നീനെ? ആണോ? പറഞ്ഞത് ആണോ? നമ്മള് അനക്ക് ഓർമ്മ ഉണ്ടോ നമ്മള് പണ്ട് മൊയലിനൊക്കെ തീറ്റ വന്നേ? പിന്നാക്കം പോയി വിൽക്കും. കട്ടൻ പയറ് കജ്ജൊക്കെ നീലയാവും. ആണോ? ഇത് ഈ കാട് എത്താൻ ഞാനൊക്കെ വന്നീനെ. ഇത് മേക്സിയൊക്കെ നീല കളറാവും. വിഷാണത്? വിഷാണ്. പോയി കണ്ണുകൾ ചാവും. അതിന്റെ സ്മെല്ല് തന്നെ ഒരു വിഷമാണ്. ആണോ ഗൈസ്? ഇവിടുന്ന് ആ മോള് കാണണത് നമ്മളെ മാങ്ങമൂച്ചി എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? ഇമേ അവിടെയുള്ളത് പച്ച മാങ്ങയാണോ? പിന്നെ പൈത്തറാ. അത് ശരി. പച്ചാങ്ങ കിട്ടിയാ മതിയല്ലോ. കിട്ടിയ എടുത്ത് പോവാ. മാങ്ങയല്ലേ. പണ്ടൊക്കെ നോമ്പ് നോറ്റാണ്ട് വന്നിട്ട് ഇവിടുന്ന് മാങ്ങ അരച്ചാൻ വന്ന ചരിത്രമൊക്കെ ഉണ്ട് ഗൈസ്. ഈ കുന്ന് വലിഞ്ഞേറിട്ടോ ഇവിടുന്ന് വല്ല വ്യൂ ആട്ടി നോക്കി പോട്ടാ. അപ്പുറത്തൊക്കെ മലയാണ് ഗൈസ്. മല അക്കരക്കുന്ന് ഇക്കരക്കുന്ന് മഞ്ഞക്കുള്ളിയൊക്കെ പറഞ്ഞു നോക്കിയാ എന്താ രസം. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. എത്തിയന്നെ വലിയ ഭാഗ്യം. പഴയ എഞ്ചിനല്ലേ ഗൈസ്.
വലിയ കുറച്ച് കുറവാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആവും. അതൊക്കെ പുലി ഉണ്ടാവോ അന്ന് പറയാൻ പറ്റൂല. പുലിയും കരടിയൊക്കെ വന്നിട്ടുണ്ടാവോ ഒറ്റ ചാട്ടി കരമേത്ത് കൂലിയും കാട്ടിയൊക്കെ അല്ലേ. നമ്മൾ 4 ആൾക്കാരുണ്ടല്ലോ, ആരും നല്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് എടുക്കണം. അത് കുഴപ്പമില്ല, സൈസിലെ ആൾക്കാർ ആദ്യം കുടിച്ചില്ല. ഞങ്ങൾ അപ്പത്തിന് വണ്ടി കഴിച്ചില്ലേക്കുള്ളൂ. ഇപ്പൊ പഠിത്തം സഹായിച്ചിട്ട് പുലിയും പന്നിയും ഒന്നുമില്ല. കുറുക്കന്മാരെന്തേലും ഉണ്ടെങ്കിൽ ആരെണ്ണ പന്നില്ലാന്ന്. പന്നി ഉണ്ടാവും. ആനയും കരടിയൊന്നും ഞാൻ രാത്രി പുറത്ത് നടക്കല്. പന്നി നമ്മളെ അയലൊക്കെക്കാരനല്ലേ. അയലൊക്കെക്കാരനാണല്ലേ. എപ്പോഴും വന്ന് നോക്കും വർത്താനം അറിയാം. വർത്താനറിയാം. എന്താ ചോറ് അതെനിക്ക് ചേമ്പുണ്ട്. അപ്പൊ അത് വിട്ടും തയ്ക്കണോ കൂട്ടാൻ വെക്കാൻ അയക്കണോ നോക്കാൻ വേണ്ടി വരുന്നേ. ഞാൻ അവിടെ മാങ്ങ നോക്കിക്കോട്ടെ. ഓക്കെ ചെല്ല്. ഈ സോനയുടെ മാങ്ങ ഉണ്ടാക്കാൻ പോയി. അതിന് ആക്കൂറൊക്കെ അറിയേ ഇത് കുറച്ച് ചോറൊക്കെ കൊടുക്കഴിഞ്ഞേ ഇത് എന്ത് പണിയൊക്കെ ഉണ്ടെന്നേലേ ദിവസം വരുള്ളൂ. പന്നിനല്ലേ. ഇപ്പൊ ഈ കോഴിക്കളിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു ചാക്ക് ഇട്ടിക്കന്നെയാണ് അവിടെ തൊടുവില്. എന്നിട്ട് ചോറും കഞ്ഞിയൊക്കെ കൊണ്ടുപോയാണ്ട് അവിടെ വെച്ച് കൊടുക്കും. അധികം തിന്നു പോകൂടാ. കഞ്ഞിന്റെ ഉള്ളൊരു പാത്രത്തിൽ വെച്ചേക്കും. ചോറിന് പാവട്ടോ പഴിച്ചിട്ടല്ലേ ഒന്ന് തിന്നു. ശരിയാ. പന്നിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹറാമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ കൊടുക്കൂലേ. പിന്നെന്താ അത്രേ ഉള്ളൂ. എന്ത് കളർ പൈപ്പ് എല്ലാവർക്കും ഒന്നല്ലേ. അത് ഇത്രേ ഉള്ളൂ. എന്താ അവസ്ഥ? കാട്ടൊന്നുണ്ടാവില്ല. ആണോ? ഒക്കെ മറ്റേമാര് കൊണ്ടുപോയോ? ആണോ? എന്നാ നോക്കട്ടെ. മമ്മ വരി, നമുക്ക് ഡാം കാണാൻ പോവാം. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാള് വീഡിയോ എടുക്കാൻ പോയ ഡാമില്ലേ, അത് കാണാന്നാ പറഞ്ഞേ. മേച്ച് വെച്ച എന്ത് കയറ്റാതല്ലേ ഇത്. പണ്ടൊക്കെ പയർ പോലെ കയറി കിടന്ന ആളാ. അവിടെ എവിടെ ഡാം? അതാ വെള്ളമാണോ എവിടെ? ഇതല്ലേ, സോറി ഗൈസ്, ഇതാണ് ഡാം. ഈ മഞ്ഞ കാണുന്നത് ഞങ്ങൾ നാള് അവിടെ ചെന്നാണ്ട് നമ്മൾ വർത്താനം പറഞ്ഞ സ്ഥലല്ലേ. ആ മഞ്ഞ വെള്ള ടാങ്കാണ്. ഇതാണ് ഡാം. പാലം, പൂക്കോട്ടുമണ്ണ പാലം. എവിടെ എങ്ങനെയാണോ വണ്ടികളൊക്കെ പോണേ. അതോ അതാണ് ഡാം വേറെ എന്തോ ആണ്. ശരിയാ. മറ്റേ സൂര്യനെ കാണാൻ പോയില്ലേ? സൂര്യൻ മറ്റേ തോട്ടിക്ക് പോണേ. സൂര്യൻ തോട്ടിക്ക് പോണേ. തോട്ടിക്ക് പോണേ കാണാൻ പോയത്. നക്കി തിന്നുണ്ട്. വാങ്ങണൊച്ചിയാണ്. അതെ കരിയിലുണ്ടായിന്ന് കടിച്ചു വലിച്ചു തിന്നീനല്ലേ. അവിടേക്ക് ഞങ്ങൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കടി കൊടുക്കരുത്. സംഭവം സെറ്റ് ആയില്ലടാ. ഡാം ഇതിൽ വയ്യുണ്ടോ? ഇക്കൂടെ വയ്യുണ്ട്. പേര് ചാക്ക അവിടെയാടാ. ചാക്ക അവിടെ ഒന്നോട്ടെ. നമുക്ക് അയിക്കൂടെ വയ്യുണ്ടേ. അതിനെ അല്ലേ വറകും ഉണ്ടാവും ചാക്കേ. എന്തായാലും മാങ്ങ ഇട്ടിട്ടില്ലേ വറകേലും ഉണ്ടാവില്ല അമ്മമാക്ക്. മറ്റൊലി കടിച്ചുണ്ടാവും ആണെങ്കില് കടിച്ചല്ലേ വനാന്നു. അതെ ನನಗೆ ഒരു മാങ്ങ കിട്ടി. പൗത്തിട്ടില്ല. അങ്ങോട്ട് വരണേ. ഇതിന്റെ മണ്ടൊക്കെ അതിനാ പാപ്പൊക്കെ വെട്ടിനത്. പക്ഷെ പച്ചയാണ്. ഇത് മേളിലൊരു സർപ്പക്കാവ് ഉണ്ട് പറഞ്ഞിട്ടില്ലേ? ഞാൻ പോയിക്കണ്. ഇതിന്റെ മുകളിൽ പന്നിയാളെ കണ്ടതിന് അവിടെ ഒരു മലയാണ് കഴിച്ചു. വലിയൊരു കുന്നാണ് അവിടെ. ഇവിടെ തന്നെയാണ് കണ്ടോ. അവിടെ ഒരു കുന്നുണ്ട് നിങ്ങള്. അതാണ് ഈ കുന്നിന്റെ എൻഡ്. ആ കുന്നിന്റെ അപ്പുറത്ത് ഒരു സർപ്പക്കാവ് ഉണ്ട്. പണ്ട് അവിടെ ഇതൊക്കെ ഉണ്ടായില്ലേ. വലിയ എന്തോ പാമ്പോ ആളുകാർ രണ്ട് പേടിച്ച് എന്തൊക്കെ ഉണ്ടായിന്. ഇതുമല്ല പക്ഷെ തുമ്പത്താണെന്നുള്ളൂ. എന്തിനു എറിയണ്? കൊള്ളി കുഞ്ഞാടി. നടക്ക് മമ്മ, നമുക്ക് ഈ കൂടെ ഇറക്കാം. പേര് ഇതാരെ കൂട്ടിട്ടേ? ഇവിടെ കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ആണോ? ഏത്? മരം മൊത്തത്തിലടാ. കൊഞ്ഞാണ്. അല്ല അത് വേണ്ട നമ്മ പറഞ്ഞത്. എന്തോ ഒരു സാധനം പറഞ്ഞമ്മ. അത് പൊടിഞ്ഞാ മരം. ഇതാണ് കോറി. ഇതൊക്കെ കോറിയാണ് കണ്ടോ. വെട്ടിയല്ലാണ് കിടക്കുന്നത്. ഇത് സംഭവം എന്തുകൊണ്ടാണ് നിരോധിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇവരിവിടെ മാന്തി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഗൈസ് ഈ മഴ വന്നിട്ട് ഈ കോറിയിൽ കല്ലെടുത്തോടുന്ന് വെള്ളം തടഞ്ഞ് നമുക്ക് മണ്ണിടിച്ചിൽ തുടങ്ങിയില്ലേ. എന്റെ മുറ്റത്തൊക്കെ ഗൈസ് ഉറവ വരൽ തുടങ്ങി. അതായത് നമ്മളെ അടുക്കള ഭാഗല്ലേ അവിടെ ഇങ്ങനെ കല്ലുകൊണ്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറവ വരൽ തുടങ്ങി. അപ്പൊ പിന്നെ കേസായി, പേടിയായി. പണ്ട് ഇവിടെയാണ് ഗൈസ് കോറി. പിന്നെ അത് താന്ന് നമ്മളെ പെരന്റെ അവിടേക്ക് എത്തിയില്ലേ. താഴെ എത്തി. നമ്മളെ പെരന്റെ ഏകദേശം എടുത്തെത്തി. പിന്നെ ഓല് നിർത്തി. താഴെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞാടും ചെയ്തു. അതോടെ പിന്നെ അവിടെ കോറി പരിപാടി നിർത്തിയില്ലേ. ഇവിടെ കിടക്കുന്ന ഡാം കറക്റ്റ് കാണടാ. ഇതാണ് ഗൈസ് ഡാം.
ഞാൻ ഡാം പറഞ്ഞപ്പോ എവിടെയാണ് ഈ സ്ഥലം നമുക്ക് ഒരു ദിവസം പോകണം എന്ന് പറഞ്ഞു നമ്മളെപ്പോഴും പോണ സ്ഥലമാണ് ഞാൻ പറയാൻ വേണ്ടി നിൽക്കേനി ആണോ എന്തപ്പാ സാധനം ഡാമോ എവിടെ പണി നമുക്ക് നല്ല അടിപൊളി അങ്ങോട്ട് പോണോ അല്ലേ അതിപ്പോ നമ്മള് നാളെ പോയ സ്ഥലമാണെന്ന് വലിയമ്മക്ക് അറിഞ്ഞതും ഇല്ലല്ലോ അല്ലേ അപ്പൊ അറിഞ്ഞില്ല ഡാം പറഞ്ഞപ്പോ ഇതിപ്പോ എവിടെയാണാവോന്ന് എഴുതി ഇനിയിപ്പോ സാരല്ല അല്ല ഡാം മനസ്സിലുള്ള സാധനം എന്താണ് അതാണ് ഡാം പറഞ്ഞപ്പോ എന്തോ സാധനമാണെന്ന് കരുതി എന്തോ തിന്നാല സാധനം അതല്ലേ വെള്ളം വലിയ വെള്ളം ടാങ്കില്ലേ ആ വെള്ളം നിർത്തണേ അതാണ് വിചാരിച്ചത് ഇത് മള്ള നിർത്തണ അതാ അത് പോയാ ഡാം പോയ ഡാമോ ആ എന്തോ കട പേര് ഉമ്മടെ ഇത് മറ്റേ കപ്പി മാങ്ങല്ലേ ഇത് മൊത്തം മാങ്ങ വലിയ മാങ്ങയാണ് ഇതാക്കണ ഒരു മാങ്ങ അവിടെ നിലത്ത് കഴിഞ്ഞാൽ കിടക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതന്നെ കാലപ്പോ ഓ ഇതൊക്കെ ഞങ്ങൾ കാണാൻ പാടുള്ള സ്ഥലല്ലേ അമ്മമ്മ ഓ അങ്ങോട്ട് നോക്കി ആ കോമ്പല് നോക്ക് അങ്ങോട്ടൊക്കെ ഒരു പൊന്നു മാനേ നോക്കിയാ മാങ്ങ കടക്കണ് കിട്ടിയില്ല പൊന്ന് തരാറിനാണ് ഞാൻ പങ്ങളെ കയറ്റൂല കേറാൻ വയ്ക്കൂല അമ്മമ്മ വെജാ പണ്ടത്തെ മൈക്കൊന്നല്ലപ്പോ ആക്കണടാവും നമ്മമ്മ അവിടുന്ന് മാറുന്നുള്ളൂ തലക്കറിയും നിങ്ങൾക്കൊക്കെ മരത്തുമ്പോ തട്ടി ഇട്ട് വരും അമ്മ ഒന്ന് മാറിക്കോട്ടെ നല്ല പൊറക്കലോട്ടെ ഗൈസ് അതുകൊണ്ട് വറക് പൊറുക്കി കിടക്കുന്നുണ്ട് ഒന്നില്ല എന്തായാലും പണിയെടുക്കണ അതാണ് ഞാൻ ഒന്നും കിട്ടിക്കട്ടെ അല്ലെങ്കിൽ ഇന്റെ തലമ എന്നാ എറിഞ്ഞോ ഒരു കോമ്പല കൊയിച്ചടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 100 പേരും 100 അല്ല 1000 തന്നാലും ജൈമ കയറൂല കേറാനല്ലേ മോനോട് എറിയാനാണ് എറിഞ്ഞു എറിഞ്ഞോ നീ ഇതാ തൂമ്പയിലോട്ട് നോക്കിക്കോ പറഞ്ഞില്ലേ എവിടെ ആ അതാ വരുന്നടി ചാടി കല്ലിയാടി എവിടെ നൂറ് എടുക്ക് ഐ കോമ്പലാന്നാ ഞാൻ പറഞ്ഞേ ഒരു മാങ്ങ 100 എടുക്കുന്നോ ഒരു മാങ്ങ ശരി അങ്ങോട്ടാണ് ചാടിയത് ആ പയറുമ്പള്ളിന് വിളിക്കണം ഇത് മൊത്തം പച്ചയാണല്ലോ പടച്ചോനെ അങ്ങോട്ടാ പോയേ രണ്ടെണ്ണോ ഒന്ന് കഴിഞ്ഞാലിപ്പോ ഒന്ന് കറ ഉണ്ട് നോക്കിയാ ഇപ്പൊ കുഞ്ഞാടിയാണോ ആ നമ്മടെ കുരങ്ങന്മാര് വരച്ചങ്ങനെ കുരങ്ങന്മാരുണ്ടാവും കഴിച്ചു ഇവിടെ എന്നാ പോയി എന്നാ പോവാ ഇഞ്ചി കൊയിച്ചടിച്ചിട്ടില്ലടാ മാങ്ങ എന്തായാലും കഴിച്ച കാറ്റ് നോറ്റ് ഒരു മാങ്ങ എറിഞ്ഞാണി അത് മൂഞ്ചി എടുക്കാ പോയതാ പോയി ആ അങ്ങോട്ടന്നെ രണ്ടെണ്ണം ചാടി ഒന്നും കേട്ടാ പോയത് ഇതാക്കണേ ഒന്നാക്കണേ എന്നാ ഒന്നും ഇങ്ങോട്ട് പിഞ്ഞടിക്കണേ നമ്മമ്മ തിന്നോളി കടിച്ചാ നമ്മമ്മ നോക്കി ഇറക്കിട്ടോ ആ അത് വറകോ എന്നാ മാങ്ങ കണ്ടിരി മാങ്ങ പിടിച്ചോ വെയിറ്റില്ലാത്ത സാധനം പിടിച്ചോ മറ്റേ മോമ പിടിച്ചോട്ടെ ഗൈസ് ഞാൻ താഴത്ത് കിടക്കട്ടെ ഇമ്മയുടെ കാര്യമായിട്ട് എന്തൊക്കെയാണ് പൊറുക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നോട്ടെ 2 മാങ്ങ കിട്ടിപ്പോൾ നമുക്ക് മോണ്ടൻ അവിടെ ഇനി എറിയാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇമ്മ അങ്ങനോട്ട് താഴെ വറക് ഉറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നോട്ടെ ഇമ്മാൻ്റെ അടുത്തേക്ക് 2 വാടാത്ത 2 ഒന്നും പറയാൻ പറ്റൂല കോട്ടമേ ഗൈസ് കോട്ടമാൾ നോക്കിയാ മാങ്ങമ്മ നോക്കിയാ കിടക്കണ് ഗൈസ് കോട്ടുമാമൻ ഗൈസ് കോട്ടരമ അല്ല മതി കോട്ടരമയുണ്ട് വേറെ എന്തൊക്കെ പുയ്യുണ്ട് അതൊക്കെ ഈ മാങ്ങൻ്റെ അണ്ടി വന്നിട്ടാണ് തോന്നുന്നു ഉണ്ടാവണേ എനിക്കറിയില്ല ഇവിടെ കണ്ടൊരു കോമ്പല കാണുക എന്താ രസം അത് കിട്ടിക്കുന്നല്ലോ സെറ്റാവും അവനവിടെ നല്ല ഏറാട്ടോ കിട്ടുണ്ടോ ആ കൊഞ്ഞുണ്ടല്ലോ ഗൈസ് ഞാനവിടെ കുറച്ചെണ്ണ എറിഞ്ഞിനി അത് ഉമ്മ അങ്ങനെ പൊറുക്കാൻ പോയിക്കണ് അവിടെ ഇത്രക്കും സാധനപ്പോൾ ഞാൻ എറിഞ്ഞ് കൊയിച്ചടിച്ചിട്ടു അവിടെ അല്ല ആ കോമ്പല ഞങ്ങൾ നേരത്തെ കാട്ടിയിരുന്നില്ലേ അത് എറിഞ്ഞ് കൊയിച്ചടിച്ചിട്ട് ഇനി മോട്ടം വിളിച്ചിട്ടാണ് മോൾക്ക് മോനെ അവിടെ നിന്ന് അത്യാവശ്യം കിട്ടിക്കണമല്ലോ എവിടെ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ ചാക്കൊക്കെ എടുത്ത ഏജിയുടെ മരത്തമ്മ കയറി കുലുക്കിക്കാണ് നമുക്ക് അച്ചാറുള്ള ആളെ അത്ര കിട്ടിക്കണേ അച്ചാറും ചമ്മന്തിയും അത്ര കിട്ടിക്കണ്ടേ ഞാനവിടെ കുറച്ച് എറിഞ്ഞ് കൊയിച്ചടിച്ചിട്ടിരിക്കണേ ചെറുതാണെന്നുള്ളൂ
അത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പെരി പോകാൻ തോന്നില്ല. ഓ ഇതും എത്രക്കും ഉണ്ടായി, ഈ കോമ്പല ഞാൻ കണ്ടിട്ടില്ല. ഏത് കോമ്പനി വേണ്ടി? ഞാൻ അപ്പുറത്ത് ചെറുതേ കണ്ടിട്ടുള്ളൂ. ഒന്ന് എറിഞ്ഞു നോക്കണം ഒന്നുകൂടി. പിന്നെ കയ്യിന്റെ തൊലി പോയിക്കണേ. അതെയോ നടക്കുന്ന ഇപ്പൊ മാങ്ങ കൊടുക്കലായി. എന്താടാ നമുക്ക് മാങ്ങല്ലല്ലോ, ഒരു സമ്മതി ഇറക്കണമെങ്കിൽ മാങ്ങല്ലേ ചെപ്പോൾ മാങ്ങാരം വെട്ടി മുറിച്ചു വിറ്റു 3000 റുപ്യക്ക്. മാങ്ങമരവും ചക്കമരവും. പിന്നെ അന്നത്തെ സീസൺ അതേടാ, പറ്റി നടക്കുമ്പോ മാറാ നോക്കുക. അന്നത്തെ സീസണോ 2 കൊല്ലം മുമ്പായിട്ടല്ലേ? 2 കൊല്ലമല്ല 4-5 കൊല്ലായിടാ. സത്യം. ഇത് അങ്ങോട്ടേ അപ്പുറത്തേക്ക് പണി പോകാലോ. അങ്ങോട്ട് മമ്മ നല്ല ഫോമിലാട്ടോ, വേണമെങ്കിൽ പോകാലോ ഒന്ന്. മമ്മക്ക് ഇച്ചിരി റെഡ് ബുൾ എടുത്തിനോ? എടാ ഇതുമ്മ ഫുള്ള് ചെറുതാളാണ്. എടാ മെനക്കെട്ട് ഞാൻ അവിടുത്തെ കോമ്പലകളൊക്കെ പറിച്ച്, അവിടെ ഒരു കോമ്പലൊക്കെ ഉണ്ടായിന്. എടുത്തിട്ട് ഇതായിക്കോ. അതിന് ഞാനിവിടെ കോമ്പലില്ലാത്ത മരണേ. ആ കാട്ടിക്ക് പോയിട്ടൊന്നും കിട്ടണില്ല. ഇനിയിപ്പോ പോവാ, ടൈം എത്ര അയച്ചിട്ടാ. ഈ കണ്ണിമാങ്ങ അത് എറിഞ്ഞപ്പോ ചാടിയതാടാ. ഇത് വാടിക്കണ്. അത് ഇമ്മ വാടിയെ പൊറുക്കിയാക്കിയിരുന്ന ആണോ? മാങ്ങന്റെ പഞ്ചം നോക്കണം ഇങ്ങള്. നമുക്ക് സുർക്കിലിട്ടാണ് മറ്റേതാക്കാം. ഉമ്മ അവിടെ ഉണ്ടാക്കി വെച്ചില്ല അവിടെ. അതവിടെ വജിലുണ്ട്. ആണോ? നടക്കി ഇതിലാണ് ഇറങ്ങിയത്. അവിടെ ഇറങ്ങാം. എൻ്റെ കഞ്ഞൂറിയായില്ലേ ആലപ്പളയിൽ അന്ന് അവിടെ അവിടെ ആ പോണ് ഇതില് നടന്നോ കേട്ടോ. ബാക്കിൽ കൊഞ്ഞാടി കഴിഞ്ഞാൽ ആരും അറിയാക്കാണ് മുന്നിൽ നടക്കുന്ന പറഞ്ഞേ. ഞാൻ ഒരു കൊല്ലിനെ അത് എവിടെയാണ്? കുഴപ്പമില്ല, നടന്നോളി. എന്ത് അത് ശരി, അങ്ങനെയും പൊറുക്കെടുത്തോ. അത് കണ്ട ഞാൻ പൊറുക്കലുണ്ടോ? ഏതാ പൊറുക്കല്? കൊഞ്ഞാലട്ടെ നീ കൂടെ നടന്നിട്ട് ഇവിടെ സ്ലിപ്പാകുന്ന സ്ഥലമാണ്. വണ്ടി പോകുന്നുണ്ടല്ലോ. വണ്ടി പോകണ്ടേ, മറ്റേ പാലുമണ്ടിയൊക്കെ പോകണ്ടേ? പാലുമണ്ടി ഇവിടെ കയറുമ്പോഴാണ് നമ്മളവിടെ വച്ചേക്കണം. നോക്കി ഇടക്കിട്ടോ പൊളിഞ്ഞാറല്ലേ. നീ ഞങ്ങൾ താഴത്തേക്ക് ഒന്ന് ഇറങ്ങട്ടെ, കാരണം ഈ മല ഇറങ്ങണം. ഈ മല താഴെയാണ് നമ്മളെ പേരാ. ഇതൊന്ന് ഇറങ്ങി കഴിയട്ടെ എന്തായാലും. അല്ലാതെ എന്താ സംഭവം? എന്താ ഇച്ചറിയില്ല. സ്ഥലം വാങ്ങിക്കേ അവിടുന്ന് ഒരു തോലിയും വെടിയൊന്നും പറ്റിയില്ല. ഇവിടെ പറ്റിയതാണ്. അതേപോലെ റോൾ ചെയ്ത് വരുന്നുണ്ട്. എന്ത് സംഭവിച്ചറിയില്ല. ഞാൻ യാതൊരു പരിക്കും ഒന്നും പറ്റിയില്ല. ഒച്ചൊന്നും പറ്റിയില്ല. ഞാൻ വരാം, ഞാൻ ഇവിടെ നിന്ന് കേറിട്ട് വരാന്നാണ്. എവിടെ നോക്കിയതാവോ? വീഡിയോ ഞങ്ങൾ ആ ടൈമിൽ ഓഫ് ആക്കി നടക്കണി. തോണി മൈക്കില് ചെരുപ്പാണ്, അത് ഇട്ടിട്ട് നടക്കണ. പിന്നെ ആ വടി ഞാൻ കുറ്റി പിടിച്ചോളാം. ഒരു കൊള്ളി ചാടി. തലക്കെ അതെ, ഒരു പറങ്ങോളിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണാണേ. ഒരു കൊള്ളി ഇല്ലേ ഇനി കയ്യിൽ. അതാണ് സംഭവം. ആ ഒരു കൊള്ളില്ല കയ്യില്. ഇങ്ങനെ ഒരു തടവ് 2 കൊള്ളിയും പിടിച്ച് കഴിച്ച് നടക്കുകയാണ്. ഒരു തടവിനെ ഒരു കൊള്ളി എപ്പോഴും ഞാൻ കജ്ജി പിടിച്ചിട്ടാണ്. ഉരുണ്ട് വരുന്നേ. മുറ്റത്ത് കൂടെ നടക്കുമ്പോഴും ഉണ്ടാവും എന്റെ കയ്യില് പറ്റി. റോൾ ചെയ്ത് തരുന്നുണ്ട്. പാവണ്ടാ മമ്മ നോക്കി നടക്കട്ടെ. നീ ചിരിപ്പിച്ചല്ലേ വെറുതെ ഞങ്ങളെ. കണ്ടതാരാണ് ഈ സൗണ്ട് കേട്ടേ ഞാൻ ചിമ്മയാണെന്ന്. എന്തുമാ ഇന്റെ അമ്മയെ അറിഞ്ഞാന് ആണോ? ചിരിച്ചടാ. വീണു എന്നിട്ടാണ്ട് ഉരുണ്ടു. ഒരു നിമിഷം ഞാൻ ശബരിമലയിലാണ് ഓർത്ത് പോയി. ആ ഇറക്കത്ത് പോയിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് ഇങ്ങനെ ശബരിമലയിൽ ഉണ്ട് ഇങ്ങനെ കൊണ്ടുവരിക. സാറല്ല പോട്ടെ നടക്കി. ഓക്കെ അല്ലേ? സാരല്ല കുഴി. ആ എടുക്ക ഏതായാലും സാറല്ല മമ്മ.
അതിന് ഈച്ച വെട്ടായിട്ടില്ലല്ലോ. ആ വരുത്തിയിട്ടില്ലല്ലോ. എവിടെയാണ് ഒന്നും തട്ടിയില്ല, ഞാൻ വീണുന്നുള്ളൂ. ഇനി എന്നോട് അറിയേ ഇജ്ജ് വൈകുന്നേരം കോയമ്പൊന്നും വാങ്ങിക്കൊണ്ടില്ല. എടാ വെള്ളം തന്നില്ല. ശബരിമലയിലും ഉള്ളൂലല്ലോ. പിന്നെ ഇല്ലേ അമ്പലങ്ങളിലേ ഉള്ളൂ. അങ്ങനെയുണ്ട്, ഞമ്മക്കറിയില്ല കേസ്. മെനക്കെട്ട് കണ്ടിട്ടാണ്. അത് ശരി. എന്റെ അടിക്കൽ അങ്ങനെ നോക്കിയോ? ആരും കണ്ടില്ലല്ലോ. ആന്ന് ഞാൻ സൗണ്ട് ഞാൻ ഇമ്മന്ന് വിചാരിച്ചേ. ഞാൻ ഇമ്മന്ന് വിചാരിച്ചേ. ഞാൻ ബാക്കിലല്ലേ. ഞാൻ വീണിക്കണെങ്കി ഇന്നാ എന്ത് ഈ കാര്യം ആകാം. ഞാൻ ഇടക്കിടക്കൊക്കെ വീണിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ടേ അല്ല. കാൽപ്പാടാണ് പുലി, ഇതൊക്കെ ഒരു പാമ്പിന്റെ ഒക്കെ പാമ്പിന്റെ കാൽപ്പാട്. അപ്പൊ ഗൈസ് പാമ്പിന്റെ കാൽപ്പാട് ആരെങ്കിലും കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് പാമ്പിന്റെ കാൽപ്പാട്. ശ്രദ്ധിക്കുക. ഇതാണോ പട്ടികളോ? ഇത് പന്നി പോയിട്ടുണ്ടോ? പട്ടി പട്ടി പട്ടി. പുലിന്റെ കാൽപ്പാടേക്കും. ആ എന്നാ ഇങ്ങോട്ട് പോര്. പുലിയല്ലേ കുഴപ്പമില്ല. ഇവിടേക്ക് എങ്ങനെ പട്ടി വരും? ഇത് പുലിന്റെ കാൽപ്പാടല്ലേ? നോക്കിക്കോ, നോക്ക് രണ്ടെണ്ണം നോക്കണ്ടോ? അത് പന്നിയാണ്. പന്നിയല്ലേ ഇതോ? പട്ടിയേക്കാരം മതി കൂടെ പട്ടികൾ പറ്റില്ലേ? ഇവരൊക്കെ പട്ടികളുണ്ട്. പന്നിയൊന്നും പട്ടി വരൂലടാ. അന്നല്ല, പാമ്പിന്റെ കാൽപ്പാടാണല്ലോ. പട്ടിയുണ്ട്, പന്നിയുണ്ട്. പോകുന്ന വേഗം പുലി പറഞ്ഞപ്പോ സമാധാനം. അതന്നെ, അത് സമ്മതിച്ചെന്നാ പ്രശ്നം തീർന്നില്ലാണല്ലേ. അന്നല്ലേ പാമ്പിന്റെ കാൽപ്പാടാണ് പോലും. അതേതോ ഈ ബൊമ്മ നല്ല ഉറപ്പില്ല പുള്ളിയാണ്. നല്ലോണം കത്തുന്നേ. നല്ല ഉറപ്പില്ല പുള്ളിയാണ്. അതെ, അടിയിലൊരു ബുഗൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വീടെടുക്കാം. ഇല്ല ഇല്ല, ഞാൻ വടിയിൽ കുത്തിയിരുന്നു. അതന്നെ, ഇനി സേഫ്റ്റി ആണെന്നുണ്ട്. ഇനി ചിലപ്പോ മൗണ്ടൻ ആക്കിയാലോ അല്ലെങ്കിൽ ഞാനാക്കിയാലോ. നിങ്ങൾ കീപ്പടിക്ക് നോക്കി അടക്കിയില്ലെങ്കിൽ എന്തായാലും കേസ് നീ താഴെ പോട്ടെ. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി പരിപാടി വെക്കാം. അങ്ങനെ കേസ് ഞങ്ങള് വറകും പൊറുക്കി മാങ്ങയും പറിച്ചു. 2 സെന്റ് സ്ഥലം അവിടെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നു അല്ലേ? എങ്ങനെയുണ്ട് മമ്മ സ്ഥലം വാങ്ങിയിട്ട്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, നല്ല സുഖം ഉണ്ടായില്ലേ? അപ്പം വാങ്ങി അപ്പോഴും കുന്നുമ്മ തന്നെ. ഇവിടെ താഴെ എത്ര കാലം സ്ഥലമുണ്ട്, അവിടെ ഒന്നും വാങ്ങാതെ കുന്നുമ്മ ചെന്ന് വാങ്ങിക്കണേ. ഏതായാലും നമ്മള് കുന്നുമ്മ തന്നെയല്ലേ. അതൊരു സീനാണേ. ഏയ് ഞങ്ങളിപ്പോ പെരിയിലിപ്പോ വന്ന് കേറാണ് കേട്ടോ. ഓ കൊയങ്ങി. ഇവിടെ വന്നപ്പോ വേറൊരാളും കൂടി എത്തിക്കണേ. ഹലോ ഇജ്ജ് കൊടുക്കാൻ വേണ്ടേ? കമോൺ. എന്താ വർത്താനോ? നല്ല വർത്താനോ? സുഖം സുഖസുന്ദരം. എങ്ങനെ പോണ എന്റെ ബിസിനസ് ഒക്കെ? ആര് ചെറുക്കടിച്ചേ? ഇവിടെ വന്നിട്ടോ? ഇവിടെ വന്നിട്ടോ? ഇവിടെ തന്നെ ഇവിടെ വന്നപ്പോ കൊതുകുത്തിയാലോ? ഓക്കെ മോന്തൊക്കെ ജി 500 ബൾബ് എത്തിക്കണേക്ക്. ഇവിടെ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മമ്മാന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നില്ലേ? അതെ ഗൈസ്, ഞങ്ങൾ അതിലൊക്കെ കാര്യത്തിൽ തന്നെയാണ്, നാട്ടുകാർ തന്നെയാണ്. മനസ്സിലാവും. അന്ന് വന്നപ്പോഴും കൊതുകോ അടിച്ചുടങ്ങിയോ? ഉള്ളി കയറി അടിച്ചുടങ്ങിയോ? പറയല്ലേ പാവണ്ടിമാരെ കൊണ്ട് പണിയെടുപ്പിച്ച്. ഇല്ലടി, ഞാൻ പറഞ്ഞതാ. പിന്നെ നമ്മളവിടെ പോകടാ, മാങ്ങ ഉണ്ടോ സമ്മതിക്കല്ലേ? ഞങ്ങൾ മാങ്ങ സമ്മതി കൂടി അരച്ചിട്ടില്ല. പോക്കറിയും. അപ്പൊ ഞാൻ അവിടെ വിറകുണ്ടടാറിനോട് കൊണ്ടുപോയി. അവിടെ ചെന്നൊക്കെ വിറകൊന്നുമില്ല. അതിൽ അതിൻ്റെ മുകളിൽ കിട്ടൂല. അതിൽ ഞങ്ങൾ ഉള്ളി പൊറിക്കാരൻ എങ്ങനെ പോയപ്പോ പറഞ്ഞടാ വേണ കേക്കാരവനോട് ചോദിച്ചടാ മുകളിൽ മൂച്ചിയുണ്ട്, മാങ്ങ ഉണ്ടാവാൻ പോയി ഒക്കെ കാരണം ചെന്ന് നോക്കുമ്പോ കുരങ്ങന്മാർ ചാടിച്ചിട്ടേ. പിന്നെ ഞങ്ങള് അതിലങ്ങനെ പോരേന്. ഞാൻ ഇവിടെ ചവിട്ടിയാവോ? ഞാൻ വീടാ നോക്കാം, ഒന്നും പറ്റില്ല. ഓല അപ്പത്തൊട്ട് പറയുമ്പോ സ്ഥലം വാങ്ങി. അപ്പൊ പിന്നെ ഞാൻ സമ്മതിച്ചെല്ലാം ഉണ്ടാക്കുന്നു. നമ്മളെ ഇന്നത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു അല്ലേ? ഗ്യാസിന് പകരം നമ്മൾ വറക് പൊറിക്കാൻ സമ്പാദിച്ചു. അപ്പത്തിന് വീണും ചെയ്തു. പിന്നെ കൂട്ടാന് പകരം നമ്മള് മാങ്ങയും കൂടി ഇതാക്കി സമ്മതി ഇറക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ.